നമസ്കാരം. അജ്മലിന്റെ theborderofamind.com എന്ന ബ്ലോഗിലെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ ഈ ചർച്ചാ പരമ്പരയുടെ പുതിയൊരു ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ അടിത്തറ പുനർനിർമ്മിക്കുക എന്നൊരു പോസ്റ്റിനെ കുറിച്ചാണ്. 2024 മെയ് 19 വന്നൊരു പോസ്റ്റാണിത്. അതെ, ഈ പോസ്റ്റില് അജ്മൽ എന്താണ് യഥാർത്ഥ പഠനം എന്നതിനെക്കുറിച്ച് കുറച്ച് ആഴത്തിലുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. സാധാരണ നമ്മൾ പഠനം എന്ന് പറയുമ്പോൾ പുതിയ കാര്യങ്ങൾ അറിയുന്നതാണല്ലോ. പക്ഷെ അജ്മൽ പറയുന്നത് യഥാർത്ഥ പഠനം തുടങ്ങുന്നത് തന്നെ നമ്മൾ കേൾക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് എന്നാണല്ലോ. ശരിയാണ്. അത് തുടക്കത്തിലൊരു സുഖമില്ലാത്ത അനുഭവമായിരിക്കാം. അദ്ദേഹം അതിനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ടല്ലേ, ഉപരിതല പഠനവും ആഴത്തിലുള്ള പഠനവും. അതെ, പുതിയ വിവരങ്ങൾ കിട്ടുന്നത് ഒരുപക്ഷെ നമ്മളെ അതിശയിപ്പിച്ചേക്കാം. ഓ, ഇത് കൊള്ളാമല്ലോ എന്നൊക്കെ തോന്നും. അതാണ് ഈ ഉപരിതല പഠനം, സർഫസ് ലെവലിലുള്ളത്. പക്ഷെ അതല്ല കാതലായ പഠനം എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, യഥാർത്ഥ പഠനം അല്ലെങ്കിൽ ആഴത്തിലുള്ള പഠനം എന്ന് പറയുന്നത് അത് നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. കേൾക്കാൻ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, നമ്മളെ അസ്വസ്ഥരാക്കുന്ന കാര്യങ്ങൾ, അതെ, നമ്മുടെ ഈഗോയെ മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങൾ, അതിന് ചെവി കൊടുക്കുമ്പോഴാണ് ശരിക്കുള്ള പഠനം നടക്കുന്നത് എന്നാണ് അജ്മൽ വാദിക്കുന്നത്. അപ്പോൾ ഈ ഉപരിതല പഠനം നമ്മുടെ അറിവ് കൂട്ടുന്നു, ലോകത്തെക്കുറിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കാൻ സഹായിക്കുന്നു, ശരിയാണ്. പക്ഷെ ആഴത്തിലുള്ള പഠനം നമ്മുടെ ലോകവീക്ഷണം തന്നെ മാറ്റുന്നു. റീബിൽഡ് ദ ബെഡ്റോക്ക് എന്ന് പറയുന്ന പോലെ നമ്മുടെ കാഴ്ചപ്പാടിന്റെ അടിത്തറയെ തന്നെ അത് പുനർനിർമ്മിക്കുകയാണ്. പക്ഷെ അതിനൊരു വലിയ കടമ്പയുണ്ടല്ലേ. നമ്മൾ വിശ്വസിച്ചിരുന്ന ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ തെറ്റായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വരും. അതെ, അതിനൊരു വിനയം വേണം. എനിക്ക് തെറ്റി എന്ന് പറയാനുള്ള ഒരു തുറന്ന മനസ്സ്, അത് എളുപ്പമുള്ള കാര്യമല്ല. അവിടെയാണ് ആ ക്യാൻവാസിന്റെ ഉപമ വരുന്നത്. അത് വളരെ വളരെ കറക്റ്റായി തോന്നി. ഉപരിതല പഠനം ക്യാൻവാസിൽ പുതിയ ചിത്രങ്ങൾ വരയ്ക്കുന്നു, അല്ലെങ്കിൽ ക്യാൻവാസ് കുറച്ചുകൂടി വലുതാക്കുന്നു. പക്ഷെ ആഴത്തിലുള്ള പഠനം ആ ക്യാൻവാസ് തന്നെ മാറ്റി വരയ്ക്കുകയാണ്, അല്ലെങ്കിൽ പൊഴിച്ചു പണിയുകയാണ്. ശരിയാണ്. ഒന്ന് വെറുതെ ചെവി തുറക്കുന്നത് പോലെയും മറ്റേത് നമ്മുടെ ഉള്ളിലെ എതിർപ്പിനെ മറികടന്ന് ചെവി നിർബന്ധിച്ച് തുറപ്പിക്കുന്ന പോലെയുമാണ്. അത് ശരിക്കും ഒരു വേദനാജനകമായ പ്രക്രിയയായിരിക്കാം അല്ലേ, വളർച്ച എന്ന് പറയുന്നത്. തീർച്ചയായും. അതുകൊണ്ടാണ് അജ്മൽ പറയുന്നത്, ഈ വേദനാജനകമായ വളർച്ചയെ സ്വീകരിക്കാൻ തയ്യാറാവാത്തവർ ഒരേ പകുതി സത്യങ്ങളിൽ തന്നെ കിടന്ന് കറങ്ങുമെന്ന്. അജ്ഞതയിൽ നിന്ന് പുറത്തു കടക്കണമെങ്കിൽ ഈ ഒരു അസ്വസ്ഥതയിലൂടെ പോകണം. അതെ, പോകേണ്ടി വരും. ഈ പോസ്റ്റിന്റെ ടാഗുകളും ശ്രദ്ധേയമാണ്. അനുഭവങ്ങൾ, തത്വശാസ്ത്രം, പോഡ്കാസ്റ്റുകൾ, ചിന്തകൾ, ജ്ഞാനം, ഇതൊക്കെ ഈ ആശയത്തിന്റെ ആഴം കാണിക്കുന്നുണ്ട്. തീർച്ചയായും. അപ്പോ ചുരുക്കത്തിൽ അജ്മൽ പറയുന്നത്, യഥാർത്ഥ പഠനം പുതിയ ഇൻഫർമേഷൻ ശേഖരിക്കൽ മാത്രമല്ല, അത് നമ്മുടെ ചിന്തകളെ, വിശ്വാസങ്ങളെ ഒക്കെ ചോദ്യം ചെയ്യാനും ചിലപ്പോൾ നമ്മൾ വിശ്വസിച്ച പലതും തെറ്റാണെന്ന് അംഗീകരിക്കാനും അസ്വസ്ഥതയുണ്ടാക്കുന്ന സത്യങ്ങളെ സ്വീകരിക്കാനുമുള്ള ഒരു പ്രോസസ്സാണ്. നമ്മുടെ കാഴ്ചപ്പാടിന്റെ അടിത്തറയെ അത് പുനർനിർമ്മിക്കുന്നു. എക്സാക്ട്ലി, അതാണ് റീബിൽഡ് ദ ബെഡ്റോക്ക്. അജ്മലിന്റെ ഈ ചിന്തകൾ ശരിക്കും വ്യക്തിഗത വളർച്ചയെക്കുറിച്ചും അറിവിനെക്കുറിച്ചുമൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് തരുന്നത്. അദ്ദേഹത്തിന്റെ ബ്ലോഗ് theborderofamind.com സന്ദർശിച്ചാൽ ഇതുപോലുള്ള ഒരുപാട് ചിന്തകൾ കാണാം. അതെ, അവിടെ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ മാത്രമല്ല, കല, ദൃശ്യങ്ങൾ, പിന്നെ ഈ ചിന്തകളിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്ത പോഡ്കാസ്റ്റുകളുമുണ്ട്. ശരിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് theborderofamind.com സന്ദർശിക്കാം. പൂർണ്ണമായ ആർക്കൈവ് അവിടെയുണ്ട്. പുതിയ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യാനും പറ്റും. തീർച്ചയായും, അതൊരു നല്ല നിലവാരം. അപ്പോ അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ ഈ ചർച്ചാ പരമ്പരയിലെ അടുത്ത ഭാഗവുമായി ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ ഒരു ചോദ്യം ബാക്കിയാവാം അല്ലേ? നമ്മുടെയൊക്കെ ചിന്തകളുടെ അടിത്തറ അതെത്രത്തോളം ഉറച്ചതാണ്? അത് പുനർനിർമ്മിക്കാൻ നമ്മൾ തയ്യാറാണോ?